തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും വീറും വാശിയും അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില പ്രചാരണങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിന് നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ കേസുമെടുത്തു. വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് പെരവല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രചാരണത്തിനിടെ ഗതാഗതം തടസ്സപ്പെടുത്തിയതും അനുവദിച്ചതിൽ കൂടുതൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചെന്നുമാണ് വിജയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വിജയുടെ പ്രചാരണത്തിനിടെ പ്രദേശത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നാരോപിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളും തെളിവായി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പെരമ്പൂർ മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ വിജയ് പ്രചാരണം ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിലാണ് വിജയ് മത്സരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റാണ് മറ്റൊരു മണ്ഡലം. കൊളത്തൂരിലെ പ്രചാരണത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിനാണ് വിജയ്ക്കെതിരെ കേസ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഗതാഗതം സ്തംഭിപ്പിച്ചു, ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകുന്നത് തടസ്സപ്പെടുത്തി തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പൊതുസമ്മേളനത്തിൽ അനുമതിയില്ലാതെ 30-ലേറെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചു. 5000-ലേറെ പ്രവർത്തകർ എത്തിയ പൊതുസമ്മേളനത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് ഓഫീസർ പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കുമാർ നൽകിയ പരാതിയിലാണ് പെരവല്ലൂർ പോലീസ് 5 വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. അതിനിടെ വിജയുടെ പ്രചാരണത്തിന് പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാണിച്ച് ടി.വി.കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. News 18 ചെന്നൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.